ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു നൈറ്റി ഡിസൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓറഞ്ചും ബ്രൗണും അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രൗൺ കളറിലാണ്. അതിൽ റോസിൻ്റെ പ്രിൻറ്റ് വരുന്ന നല്ലൊരു തുണിയാണ് നമുക്ക്. അപ്പോൾ ഞാനിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്ലീവ് അല്ല, ആം ഹോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം അതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നെക്ക് വിടുത്ത് 3.25 ഇഞ്ചും അതുപോലെ ഫ്രണ്ട് നെക്ക് 6ഉം ബാക്ക് നെക്ക് 3 ഇഞ്ചും വീതം എടുത്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് രണ്ടെണ്ണത്തിൽ ഒന്നിച്ച് കട്ട് ചെയ്തു. അതിന് ശേഷം അതിൻ്റെ ഉള്ളത്തെ ഒരു പീസ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഡിസൈനിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചതിൽ ഈ ഒരു കളറിലാണ് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഓഫ് വൈറ്റ് കളർ ക്ലോത്ത് കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു ക്യാൻവാസ് എടുക്കണം. അപ്പോൾ ക്യാൻവാസ് ഇതിൻ്റെ ടേബിളിൻ്റെ കളർ വൈറ്റ് ആയതുകൊണ്ട് ക്യാൻവാസ് അതിൻ്റെ മുകളിൽ വെച്ചാൽ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സ് ക്ലോത്ത് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചിരുന്നത്. അപ്പോൾ ക്യാൻവാസ് എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് വേണം, കുറച്ച് ഒരു സൈസ്. ഇപ്പം ഞാനിവിടെ ഒരു കറി എടുക്കുന്ന ഒരു പാത്രത്തിൻ്റെ ആ ഒരു റൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഹൂപ്പോ അങ്ങനെ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലേറ്റോ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് വരച്ചെടുക്കണം. ഇതാണ് നമ്മളെ നെക്കിന് ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ വരുന്ന ഡിസൈൻ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഈ റൗണ്ട് വരച്ചെടുത്തതിന് ഉള്ളത്. അപ്പോൾ ഇത് വരച്ചെടുത്തതിന് ശേഷം നമുക്കിനി തയ്യലിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ വെച്ചതിന് ശേഷം വേണം ഈ ക്യാൻവാസ് നമ്മൾ മുറിച്ചെടുക്കാൻ. ഇതാ ക്യാൻവാസിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ വരച്ചു കൊടുത്തതിൻ്റെ ഇതിൽ ചുറ്റുമായിട്ട് ഞാൻ 1/2 ഇഞ്ചിൽ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ ചേർത്ത് വെച്ചിട്ടില്ല, എല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു തുണിയിലേക്ക് നമുക്കിതൊന്ന് ഇസ്തിരിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതായി പശ വരുന്ന ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് അമർത്തി തേച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് ആയി കിട്ടും. അതിനുശേഷം അത് നമ്മൾ ആ തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്രോസ് പീസാണ്. എന്നിട്ട് ക്രോസ് പീസ് ഇതിൻ്റെ അതായത് നല്ല വശം നമ്മൾ ക്ലോത്ത് വരുന്ന ക്യാൻവാസ് വരുന്നില്ല, ക്ലോത്ത് വരുന്ന ആ നല്ല വശത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് വണ്ണത്തിൽ ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വെച്ചതിൻ്റെ ആ ഒരു തുണീൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണം ഇത് തീരുമ്പോൾ, അതായത് ഇത് ഈ അറ്റം ഈ ഒരു തുണീൻ്റെ മുകളിലേക്ക് കയറി വരുന്ന രീതിയിൽ വേണം അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഇതാ ഇങ്ങനെ റൗണ്ടായിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റം കൊണ്ടല്ലോ നമ്മൾ ഇതാ ആദ്യം തയ്ച്ച് തുടങ്ങിയെടുത്തതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് വേണം മറ്റേ അറ്റം വന്നിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കൃത്യം ഇതിന് പൈപ്പിംഗ് പോലെയല്ല, ഇത് കൃത്യം ആ ഒരു അടിവിൻ്റെ ആ സ്ഥലത്തുനിന്ന് വേണം മടക്കി ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ആ ഒരു അരികിലൂടെ വേണം മൊത്തത്തിലൊന്ന് റൗണ്ടായിട്ട് തയ്ച്ചു കൊടുക്കുക. ഇത് അമർത്തി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് ഇത് റൗണ്ടിലൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ ഒരു മെയിൻ പാർട്ട് കഴിഞ്ഞു. ഞാനിത് അരികിലൂടെ മുഴുവൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാൻ മതി. ഈ സൈഡിൽ എക്സ്ട്രാ വരുന്ന ഭാഗം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കും. ഈ സംഭവം ഇങ്ങനെ പൊന്തി നിന്നിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ പിൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ റോസിൻ്റെ നമുക്ക് ഏതാ പിക്ചർ കൊണ്ട് അതിൻ്റെ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ കിട്ടും. ഇത് ഞാൻ അതിൻ്റെ താഴെ ഇങ്ങനെ വെച്ചതിന് ശേഷം ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലിൽ തന്നെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. മൊബൈൽ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയതിന് ശേഷം വേണ്ട വലുപ്പത്തിൽ സൂം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേ നൈറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ അതേ കളറുള്ള ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ നേരിയ ബ്രഷും എടുത്തിട്ടുണ്ട്. അതിനുശേഷം പെയിൻറ്റ് എടുക്കും. ഇതെൻ്റെ ഡിസൈനൊക്കെ വരച്ച് വെക്കുന്ന ബുക്കാണ്. അപ്പോൾ പെയിൻറ്റ് മെഷീൻ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ബോർഡറൊക്കെ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പഴയതിൽ ആദ്യം ഒന്ന് ചെയ്ത് കൈ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ പുതിയ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്. ഔട്ട്ലൈൻ ഫില്ല് ചെയ്തിട്ട് അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ പുറത്തേക്കൊന്നും ആവാണ്ട് നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നും നൈറ്റിയിലൊക്കെ ഇത്രയും വർക്ക് കാര്യങ്ങളും ചെയ്യുമോ, സിമ്പിളായിട്ട് ചെയ്താൽ പോലെ. ഇത് ഞാൻ നൈറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഇത് കുർത്തി വേണമെങ്കിൽ കുർത്തി ഡിസൈൻ ചെയ്യുന്നവർക്കും ഇതേ മെത്തേഡ് വെച്ച് കുർത്തി ഡിസൈൻ ചെയ്യാം. അതുകൊണ്ട് ഇത് ഇത്ര ഗംഭീരമാക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഇതിൻ്റെ ഞാൻ ഈ റൗണ്ടിനെ കൃത്യം പകുതിയായി മടക്കിയിട്ട് രണ്ടറ്റത്ത് ഓരോ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വര നമ്മുടെ നൈറ്റിൻ്റെ നെക്കിൻ്റെ അവിടെ മടക്കിൻ്റെ വര ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏടിയാൻ വേണ്ടി വെച്ചാൽ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ പീസ് നമ്മളിനി നൈറ്റിയിലേക്ക് തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് പിൻ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി കിട്ടില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോൾ നമ്മൾ ആദ്യം വെച്ച് കൃത്യം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുക.
രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ തയ്ച്ച് കൊടുത്താൽ നമുക്ക് അതങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാണ്ട് നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലും അതുപോലെ താഴെ ഭാഗത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങും, എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് യോജിപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് എടുക്കുന്നത് 2 രൂപേൻ്റെ, അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും കൂടി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അടിപൊളി ഡിസൈനാവും. അതിന് വേണ്ടി ഞാൻ ഈ ഫ്രെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൂചി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കുത്തിയെടുക്കുക. ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച്, അതായത് കുറച്ച് വണ്ണത്തിൽ ഇങ്ങനെ കണ്ടോളൂ, അപ്പോൾ മനസ്സിലാവും. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മുകളിലേക്കും താഴേക്കും റണ്ണിങ് സ്റ്റിച്ചാണ് ഈ എംബ്രോയ്ഡറിയിൽ ഏറ്റവും എളുപ്പമുള്ള സ്റ്റിച്ച്. ഇങ്ങനെ 2-3 എണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ 3 എണ്ണം ചെയ്തിട്ട് മൂന്നാമത്തത് താഴേക്ക് കുത്തിയെടുക്കുന്നതിനും താഴേക്ക് ഇങ്ങനെ താഴ്ത്തുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സീക്വൻസും കൂടി നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം അത് താഴെ തുണിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു ചെറിയ സീക്വൻസ് ഏത് സീക്വൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഇത് പ്രിൻ്റ് പോലെയും വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു യെല്ലോ പ്രിൻ്റ് വരുന്നതുകൊണ്ട് ഒരു ഗോൾഡൻ സീക്വൻസ് എങ്ങനെ എടുത്തിട്ടുള്ളത് അത് കിട്ടുന്നില്ല, ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ സൂചീൻ്റെ പോയിൻ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് എവിടെയാണോ നമുക്ക് സൂചി താഴ്ത്തേണ്ടത് അവിടെ വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുത്താൽ ഈ മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഈ സീക്വൻസും കൂടി പെടും. അങ്ങനെ ഇതുപോലെ ചെയ്താൽ മതി ഫുള്ളും ചുറ്റും. ആ മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് സീക്വൻസ് വരുന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകുക. അത് 2 റോ ആയിട്ട് മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ക്യാൻവാസോട് കൂടിയാണ് ഈ സൂചി ഇതാക്കുന്നത്. അപ്പോൾ കുറച്ച് താഴ്ത്താൻ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ തുണി മാത്രം പതുക്കെ ഒന്ന് കുത്തിയെടുത്തപ്പോൾ ഈസിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 റോ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ചെയ്തപ്പോൾ ആ ഫ്ലവറിനൊരു തിളക്കില്ലാത്ത മാത്രമേ തോന്നിയുകൊണ്ട് ആ ഫ്ലവറിൻ്റെ അവിടെയായിട്ട് 2-3 അല്ലെങ്കിൽ കുറച്ച് സീക്വൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തുന്നി കൊടുക്കുകയോ ചെയ്യാം. ഞാൻ തുന്നി കൊടുക്കുകയോ ചെയ്തത്, ഒട്ടിച്ചു കൊടുത്താൽ ചിലപ്പം കഴുകുമ്പോൾ പോകും. അപ്പം തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇനി ഫുള്ളായിട്ടുള്ള ഡിസൈൻ നമുക്ക് കാണാം. ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള നൈറ്റി ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കുർത്തിയും ചെയ്തെടുക്കാം. അപ്പോൾ കുർത്തിക്കും കൂടി പറ്റുന്ന രീതിയിലെ നെക്ക് ഡിസൈൻസാണ് നമ്മൾ കാണിക്കുന്നത് നൈറ്റിയിലാണെന്നേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഡിസൈൻ. കാണാൻ നല്ല സിമ്പിളാണ്, പക്ഷേ നല്ല ലുക്കായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നെക്കും ഞാൻ ഇതേ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ഡിസൈൻ. എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരുപാട് നല്ല നല്ല ഡിസൈൻസ് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇനി ഇതുപോലെ അടിപൊളി ഡിസൈൻ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്